അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ വരുന്നത് വെഞ്ഞാറമൂട് നിന്നാണ്. മലങ്കര കത്തോലിക്ക പെരുപ്പങ്കോട് പള്ളിയിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ വന്നത് 10/4/2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് വന്ന സമയത്ത് എനിക്ക് ഒരു അടൂരൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു പാലത്തിൻ്റെ അവിടെ കയറിയപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു ഓട്ടോയെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി. എനിക്ക് പാലത്തിൽ ഓവർടേക്ക് ചെയ്തുവിടുന്നുള്ള അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ കാറിലാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോഴത്തേക്കും എതിരെ ഒരു ലോറി വന്നായിരുന്നു. അപ്പം ഞാൻ ഹോൺ അടിച്ചപ്പോഴത്തേക്കും വണ്ടി നിർത്തിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വണ്ടി ഇടിക്കും, എന്തായാലും എനിക്കിനി ഒന്നും ചെയ്യാനില്ല, മാതാവിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് അമ്മ മാതാവ് വന്നിരുന്ന ഞാൻ അതിൻ്റെ അനുഭവിച്ചു. മാതാവ് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എനിക്കതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് തന്നെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നട്ടെല്ല് തേയ്മാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തതും. പിന്നെ ഞാൻ തൈലമൊക്കെ തൊട്ടു, ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം നിത്യം ഉപയോഗിക്കുകയും, ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ ബെൽറ്റെല്ലാം മാറ്റി, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കതെല്ലാം മാറ്റി എൻ്റെ മാതാവ് എനിക്ക് എന്നെ സൗഖ്യം തരികയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 20/2/2025 ഞാൻ ഉടമ്പടി 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലോട്ട് വന്ന സമയത്ത് എനിക്ക് ചടയമംഗലത്ത് വെച്ച് ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ കരുതിയില്ല എൻ്റെ വണ്ടി ഇടിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തതെന്ന്. എൻ്റെ അമ്മയും മക്കളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ മക്കൾ ഉറക്കമായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഒരു പുള്ളി യു-ടേൺ എടുത്തുകൊണ്ട് തിരിച്ച് കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമായിരുന്നു. ഞാനപ്പോൾ അത്രയും പേടിച്ചായിരുന്നു. പേടിച്ചിട്ട് ഞാൻ ഹോണടിക്കുകയും ഡിമ്മും ബ്രേറ്റും അടിച്ചിട്ടൊന്നും പുള്ളി വണ്ടി എടുത്തില്ല. ഞാൻ ഹോൺ നീട്ടി അടിച്ചിട്ടും പുള്ളി നിർത്തിയില്ല. ഞാനിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാഗിൽ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡിനകത്ത് ബൈബിളുണ്ട്. പക്ഷേ എൻ്റെ വലത് സൈഡല്ല, ഇടത് സൈഡായിരുന്നു ഇടിച്ചത്. ഇടിച്ച സമയത്ത് ഞാൻ കരുതിയില്ല ഞാനിവിടെ ജീവനോടെ എൻ്റെ മാതാവിൻ്റെ മുന്നേ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. അതുപോലെ ഞാൻ പേടിച്ചായിരുന്നു. എൻ്റെ മാതാവേ ഈശോയെന്ന് ഞാൻ വിളിച്ചായിരുന്നു. പക്ഷേ ഇടത് സൈഡ് ഞാൻ ആ ബൈബിള് പോലും എനിക്ക് ആ ഡാഷ്ബോർഡിൽ നിന്ന് അനങ്ങാത്ത വിധം എൻ്റെ വണ്ടി നല്ലതുപോലെ ഇടിച്ചായിരുന്നു. ആ സൈഡ് ഫുള്ളും പോയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആ സമയത്തും മാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം മാതാവ് ഈശോ എൻ്റെ അടുത്തോടി വന്നത് ഒരു ഗ്രേ കളറിട്ട ഷർട്ടിട്ട ഒരു ആളായിരുന്നു എൻ്റെ അടുത്തോടി വന്നത്. മാതാവ് ഈശോയുടെ സാന്നിധ്യമായിരുന്നു അപ്പോഴവിടെ ഉണ്ടായിരുന്നത്. ഓടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വണ്ടി ഒന്ന് എടുത്ത് മാറ്റിയിടുമെന്നിട്ട് ഞാൻ വണ്ടി ഓഫ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, വണ്ടി ഓഫ് ചെയ്യണ്ട, ഒന്നുകൊണ്ട് പേടിക്കണ്ട, വണ്ടി സൈഡിലോട്ട് എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, പവർ സ്റ്റിയറിങ്ങുള്ള വണ്ടിയാണ്, എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് മാറ്റിയിടാൻ വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ സൈഡ് പറഞ്ഞു തരാം, മാറ്റിയിട്ടോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി ആ സൈഡിലോട്ടെടുത്ത് മാറ്റിയിട്ടായിരുന്നു. പിന്നീട് എനിക്ക് സൈഡ് പറയാൻ ഞാൻ ആ പുള്ളി അവിടെ മുഴുവനും ഞാൻ നോക്കി കണ്ടില്ല. ഈശോ ആൾക്കൂട്ടത്തിനിടയിലായിട്ട് മറഞ്ഞതുപോലെയായിരുന്നു ആ പുള്ളി. ഞാൻ അവിടെ നിന്ന് പോരുന്നവരെ ഞാൻ നോക്കി. പിന്നീട് എൻ്റെ മക്കളാണ് പറഞ്ഞത്, അമ്മ ആ വന്ന ആള് മാതാവിൻ്റെ ഗ്രേ കളർ ഷർട്ടായിരുന്നു അമ്മ ഇട്ടിരുന്നത്, മാതാവ് ഈശോ ആയിരുന്നു. എനിക്കങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. അമ്മയ്ക്ക് വായിലൊരു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിരുന്നു അത്. എപ്പോഴും പല്ല് തേക്കുമ്പോഴും എല്ലാം മോണയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുമായിരുന്നു. കുരുക്കളുണ്ടായിരുന്നു മോണയിൽ, 2-3 കുരുക്കളായിരുന്നു. ആ കുരുക്കളിൽ നിന്നെല്ലാം പല്ല് തേക്കുമ്പോൾ ബ്ലഡ് പൊട്ടി വരുമായിരുന്നു. അപ്പോഴും അമ്മ എന്നോട് പറയും, എനിക്ക് പല്ല് വേദനയുണ്ട്, എൻ്റെ മോണയിൽ നിന്ന് ബ്ലഡ് പൊട്ടി വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് ഈശോയോടും ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി, ആയുസ്സാരോഗ്യത്തോടെ എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും അമ്മ ഇത് പറയുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എപ്പോഴും
അമ്മയ്ക്ക് ഉടമ്പടി തൈലം തൊട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീ അമ്മ എപ്പോഴും ഇങ്ങനെ തൊട്ട് നോക്കിയിരിക്കുമായിരുന്നു, എനിക്കെന്താണ്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴും ഡോക്ടർ പറഞ്ഞു 2-3 കുരുക്കളുണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ RCC കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൽ വിശ്വസിച്ചു. എൻ്റെ മാതാവ് എനിക്കൊന്നും വരുത്തത്തില്ല എന്നുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ധ്യാനത്തിൽ, ഒരു സ്ത്രീ ഇങ്ങനെ തൊട്ട് നോക്കി ഇരിക്കുന്നുണ്ട്, അവർക്ക് ക്യാൻസർ ആണോ എന്നുള്ളത്, അത് മാതാവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തൊട്ട് ഇന്ന് വരെ എൻ്റെ അമ്മ ഈ വേദനയുടെ കാര്യമോ അവിടെ ഒരു കുരുക്കളിങ്ങനെ വരുന്നെന്നോ ഒന്നും അമ്മ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വിശ്വസിച്ച് ഉടമ്പടി തൈലം തൊട്ട് തേക്കുന്നുണ്ട്. മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഒത്തിരിയാണ്. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് ഈ സാക്ഷ്യം പറയുവാൻ എന്നെ ഇവിടെ എത്തിച്ചതിലും നന്ദി. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ RCCയിൽ ഞാൻ പോകും, എല്ലാ മാസവും പത്രം വാങ്ങിക്കും. ഇവിടെ വന്ന് തന്നെയാണ് പത്രം വാങ്ങിക്കുന്നത്. എനിക്ക് കാറിൽ വരാൻ പറ്റില്ല, ഞാൻ ബസ്സിലായാലും വന്ന് ഇവിടെ വന്ന് 3 കെട്ട് പത്രം അല്ലെങ്കിൽ 1 കെട്ട് പത്രം എൻ്റെ കയ്യിൽ പൈസ ഉള്ള പോലെ ഞാൻ വാങ്ങിച്ച് ഞാൻ RCCയുടെ അവിടെ തന്നെ കൊടുക്കും. അതുപോലെ തന്നെ പൊതിച്ചോറും അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുമുണ്ട്. അതുപോലെ തന്നെ കുർബാനയും കുമ്പസാരവും എല്ലാം ഞാൻ കൈക്കൊള്ളാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബൈബിള് വായിക്കാനൊന്നും ഞാൻ ഒത്തിരി ഇതായിട്ട് ബൈബിള് വായിക്കത്തില്ല. ഒരു സങ്കീർത്തനവും വായിച്ച് ഒരു സുവിശേഷവും വായിക്കുകയുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞാൻ അരമണിക്കൂർ കൂടുതൽ ബൈബിള് വായിക്കും, അരമണിക്കൂർ ബൈബിള് വായിക്കും, അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ അടുക്കളയിൽ ഞാൻ ജോലിയായിട്ട് നിൽക്കുമ്പോഴെല്ലാം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കാറുണ്ട്. മറ്റേത് ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അതിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എല്ലാവരെയും പോലെ തന്നെയായിരുന്നു ഞാനും. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ എനിക്കതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. പക്ഷേ എനിക്കെപ്പോഴും മാതാവും ഈശോയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, എനിക്കൊരു ആപത്തും വരുത്തത്തില്ല. മാതാവിൻ്റെ ഈശോയുടെ ഉള്ളം കയ്യിൽ ഞാൻ സുരക്ഷിതയാണ്, ഞാനും എൻ്റെ കുടുംബം സുരക്ഷിതയാണെന്നുള്ള വിശ്വാസം എനിക്കെപ്പോഴും ഉണ്ട്. ആമേൻ. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അൽഫോൻസ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും സത്തായ 2 സാക്ഷ്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, 2 തവണയും മകള് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും വരുമ്പോഴാണ് 2 ഗൗരവമുള്ള അപകടങ്ങൾ വാഹനത്തിൽ മകൾക്ക് സംഭവിക്കുന്നത്. ആദ്യത്തേത് മകൾ പറയുന്നുണ്ട്, അടൂർ ഭാഗത്ത് വെച്ച് വെളുപ്പിനെ ഇങ്ങോട്ട് പോരുമ്പോൾ എതിരെ ഒരു ടിപ്പർ വലിയൊരു ലോറി വരികയും മകൾക്ക് വാഹനത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ, ഡ്രൈവിംഗ് ചെയ്യുന്ന മകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനം കൈവിട്ടുപോയതുപോലെ ആവുകയും ചെയ്യുകയാണ്. മകൾക്ക് ആകെ വിളിക്കാൻ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ. മാതാവ് എന്നെ സഹായിക്കണം, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുവെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെയാണ് മാതാവ് വന്ന് അപകടം ഒഴിവാക്കി സൈഡിലേക്ക് ഒതുക്കി ആ കൂട്ടിയിടി ഒഴിവാക്കിക്കൊണ്ട് മകളുടെ വാഹനത്തെ മുന്നോട്ട് നയിച്ചതും അന്ന് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പോകുന്നതും. 2ാമത്തെ അപകടം ഇതുപോലെ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ സംഭവിച്ചതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് മകൾ സൂക്ഷ്മതയോടുകൂടി വെളുപ്പിനെ 3 മണി 4 മണിക്ക് ഇവിടെ 7 മണിക്ക് ഉടമ്പടി പുതുക്കുവാൻ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി പോരുമ്പോഴാണ്, മക്കൾ കാറിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഒരാൾ അലക്ഷ്യമായി വന്ന് വാഹനവുമായി കൂട്ടിയിടിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് വാഹനം തീർന്നു, ജീവിതം തീർന്നു, വലിയ അപകടമെന്ന് ഉറപ്പിച്ച് നോക്കുമ്പോഴാണ് ഡാഷ്ബോർഡിലിരിക്കുന്ന ബൈബിൾ പോലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ, ഒരു ചലനം പോലും ഇല്ലാതെ ആ ക്ലാഷ് അവിടെ തീരുന്നത്. അതാണ് മകൾ പറയുന്ന ആദ്യത്തേത്. എൻ്റെ വാഹനത്തെ അത്ര കണ്ട് വന്ന് ഇടിച്ചിട്ടും, ഞാൻ നിരന്തരം ലോങ് ഹോൺ അടിച്ചിട്ടും ആ വാഹനത്തിൽ തട്ടിയത് കൊണ്ട് എൻ്റെ വാഹനത്തിനോ അതിൻ്റെ പുറത്തിരുന്ന ബൈബിൾ പോലും ഒന്ന് ചലിക്കാതെ അത്ര കണ്ട് അമ്മ മാതാവ് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചതുപോലെ എനിക്കത് അനുഭവപ്പെട്ടുവെന്ന്. പിന്നീട് അവിടെ തന്നെ ഉണ്ടായ മറ്റൊരു അനുഭവം മകൾ പറയുന്നുണ്ട്. കൈകാലുകൾ വിറച്ചിട്ട് വാഹനത്തെ തൊടുവാനോ മാറ്റിയിടുവാനോ ഒന്നും പറ്റാതിരുന്നപ്പോഴാണ് അതൊരു സിൽവർ ഗ്രേ വസ്ത്രമുള്ളൊരു സഹോദരൻ അടുത്ത് നിന്നിട്ട് ധൈര്യമായിട്ടെടുക്കൂ, സരികിലേക്ക് ഒതുക്കിയിടൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. മകൾ ആ വ്യക്തിയോട് തന്നെ ഇതൊന്ന് സഹായിച്ചു തരുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഉടനെ ആ വ്യക്തി പറയുന്നുണ്ട്, താങ്കൾ തന്നെ ചെയ്തോളൂ, യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ്
കൂടെ നിന്ന് ആ വാഹനം ഒതുക്കുന്നത് വരെയും ആളെ കാണുന്നുണ്ട്. ഒതുക്കിയിട്ട് നന്ദി പറയുവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളില്ല. അതാണ് മകൾ പറയുന്നത്, ഈശോ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു പോയതുപോലെ ആ വ്യക്തി മറഞ്ഞുപോയി. ഈ ഇടിയും ബഹളവും കണ്ട് എഴുന്നേറ്റ മക്കളാണ് പറയുന്നത് സിൽവർ ഗ്രേ വസ്ത്രമണിഞ്ഞ ഒരു ചേട്ടനാണതെന്ന്. അതിനെയാണ് ഈശോയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവുമായിട്ട് മകൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ആപത്ത് നിമിഷങ്ങളിൽ നമ്മൾ പോലും അറിയാതെ പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കുവാനും ധൈര്യം നൽകി ആശ്വസിപ്പിക്കുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ദൂതരുടെ സാന്നിധ്യം എപ്പോഴും ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനാവും. ലഭിക്കുന്ന സന്ദേശങ്ങളെ, ഡിറക്ഷൻസിനെ, നിർദ്ദേശങ്ങളെ ഉള്ളിൽ സ്വീകരിക്കുവാനുള്ള ധൈര്യമുള്ളവരായി ഉടമ്പടിയിലുള്ളവർ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരി അതുപോലെ തന്നെ പറഞ്ഞു, തൻ്റെ നടുവ് വേദന ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മാറിയത്. അതിനേക്കാൾ ഗൗരവത്തോടു കൂടി തൻ്റെ അമ്മയുടെ ഇരിപ്പുണ്ട്, വീൽചെയറിലാണ്, അതുകൊണ്ടാണ് അൾത്താരയിലേക്ക് വരാതിരുന്നത്. തൻ്റെ അമ്മയുടെ വായുടെ ഉള്ളിൽ വന്ന തുടർച്ചയായ മുളകൾ, അത് ആ കുരുക്കൾ നിരന്തരം വരികയും ക്യാൻസറസ് ആണെന്ന് ഡോക്ടർമാർ ഏതാണ്ടത് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് 1-2 എടുത്ത് ബയോപ്സിക്ക് അയക്കുമ്പോൾ അമ്മ എന്നും ആ ഉള്ളിലുള്ള ആ കുരുക്കളിൽ തന്നെ ഇങ്ങനെ തൊട്ട് തനിക്ക് എന്താണ് അസുഖമെന്നിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛന് ആരോഗ്യസൗഖ്യ പ്രാർത്ഥന സമയത്ത് സന്ദേശം കൊടുക്കുന്നു. ഇങ്ങനെ നിരന്തരം ക്യാൻസറാണോ എന്ന് സംശയിച്ച് ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി സുഖപ്പെടുന്നുവെന്ന്. അത് അമ്മയായി കാണുന്നു, അമ്മയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഇന്ന് വരെയും അമ്മയ്ക്ക് ആ സംശയമോ തൊട്ടുനോട്ടമോ ഇല്ലാതെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് അമ്മ മാറിയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അത് അമ്മ മാതാവിനോട് നമുക്കുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി ഒരു പേപ്പറല്ല. ഉടമ്പടി നിങ്ങൾ കൂടുന്ന ക്ലാസ്സും ആ ക്ലാസ്സിലിരിക്കുന്ന ഏതാനും സമയവുമല്ല. ഉടമ്പടി ഓരോ നിമിഷവും ദൈവത്തോടും അമ്മ മാതാവിനോടും നമ്മൾ പുലർത്തുന്ന ബന്ധമാണ്. അത് വിശുദ്ധമായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം, കാരുണ്യം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെപ്പോഴും സന്നദ്ധതയുള്ള വ്യക്തികളായി ജീവിക്കുന്നതായിരിക്കണം. ആ ഉടമ്പടി വേഗത്തിൽ ക്രാക്കാകും, ആ പ്രശ്നങ്ങൾ വേഗത്തിൽ സോൾവ് ആകും. അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ഭാരിച്ച വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ കരങ്ങളടിച്ച് അമ്മ മാതാവിന് തിരുക്കുമാരനും കൊടുത്ത് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.